ഇനി മനോഹരമായൊരു മാതൃകയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സംസ്ഥാനം എന്തൊക്കെ പറഞ്ഞാലും മാലിന്യമുക്തമാകണം എന്ന ആഗ്രഹം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യുന്നു ചില കാര്യങ്ങൾ, സർക്കാർ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നുണ്ടോ, ഒരുമിച്ച് പോകേണ്ടുന്ന സംവിധാനങ്ങൾ തന്നെയാണ് ഉള്ളത് തുടങ്ങിയ ചർച്ചകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും പ്രഖ്യാപനങ്ങൾക്ക് ഒക്കെയായി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. എങ്കിലും ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് ഒരു മാതൃക, മനോഹരമായൊരു മാതൃക നമ്മൾ കാണാൻ പോവുകയാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിൽ നിന്ന് മനോഹരമായ നിർമ്മിതികൾ സൃഷ്ടിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവ് നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഈ നിർമ്മിതികൾ ഒരുക്കിയിരിക്കുന്നത്. കാഴ്ചക്കാർക്ക് വ്യത്യസ്തമായ ഒരു വിരുന്നൊരുക്കുകയാണ് ഇവിടെ. കണ്ടുവരാം. ഓലപ്പുരയിൽ നിർമ്മിച്ച മാതൃകാ ഗ്രാമം, പ്രവേശന കവാടത്തിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പികളാൽ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യമുഖം, പഴയ ബാഗുകൾ കൊണ്ടുള്ള ആമ, പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് നിർമ്മിച്ച പാമ്പ്, അലൂമിനിയം ഫോയിൽ ഫുഡ് കണ്ടെയ്നർ കൊണ്ടുള്ള നീരാളി തുടങ്ങി പാഴ്വസ്തുക്കളായി ഉപേക്ഷിക്കപ്പെടുന്നവയിൽ നിന്ന് മനോഹരമായ കലാപ്രദർശനങ്ങളാൽ ആകർഷകമാവുകയാണ് കനകക്കുന്ന്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന വൃത്തി കോൺക്ലേവിനായി ഒരുങ്ങി നിൽക്കുകയാണ് കനകക്കുന്ന്. വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന പാനൽ ചർച്ചകൾക്കും നവീന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന സ്റ്റാളുകൾക്കും പുറമെ വൈകിട്ട് കലാപരിപാടികളുമുണ്ട്. 12 നടക്കുന്ന സമാപന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രദർശനങ്ങൾ 13 വരെ തുടരും. ജനം, തിരുവനന്തപുരം.